പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുഹൃദയത്തിൻ്റെ മാസമാണ്. സ്വന്തം ഹൃദയം കുത്തിത്തുളച്ച ഒരുവനെ സൗഖ്യപ്പെടുത്തിയെടുത്ത ആ മഹാഹൃദയത്തിൻ്റെ വലിയ സ്നേഹത്തിന് മുൻപിൽ നിന്ന് വേണം നമ്മളൊന്ന് ധ്യാനിക്കാൻ. നമ്മുടെ സ്നേഹത്തിന് ശരിക്കും എന്താണ് കുറവുള്ളതെന്ന് നമ്മൾ പരസ്പരം ചോദിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഒപ്പം നിൽക്കുന്നവരോട് തന്നെ എത്ര തവണയോ നമ്മൾ ചോദിച്ചിരിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ, ഞങ്ങളുടെ സ്നേഹത്തിന് എന്താണ് കുറവ്? പരസ്പരം പരാതി പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. സുവിശേഷത്തിലെ കർത്താവ് ഓർമ്മപ്പെടുത്തും, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നത് പോലും ചെയ്യുന്നില്ലെങ്കിൽ, മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ, മിണ്ടാതിരിക്കുമ്പോൾ ഒക്കെ ആലോചിക്കണം കർത്താവിൻ്റെ ഈ വചനം. നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകണോ? അങ്ങനെ ആണെങ്കിൽ ഒറ്റ ഡിമാൻഡേ വെക്കുന്നുള്ളൂ, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരേപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ. ഒരു കാരണവശാലും എൻ്റെ സ്നേഹത്തിന് കുറവുണ്ടാവുന്നില്ല എന്നേ. നമുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കുടുംബത്തിലത് ഒപ്പം ഇരിക്കുന്നവർ ഓരോരുത്തരെയും നോക്കി ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വെയിലും മഴയും ഒന്നൊന്നുമില്ലാതെ ആരോഗ്യം പോലും നോക്കാതെ, ഒട്ടും വയ്യാഞ്ഞിട്ടും ഒന്ന് ആശുപത്രിയിൽ പോലും പോകാതെ ആ പൈസ പോലും സേവ് ചെയ്തിട്ട് നമ്മൾ ഓടി നടന്നുകൊണ്ടിരിക്കണം ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ. ആ കുടുംബത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരാൾ തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എത്രമാത്രം വിനിയോഗിക്കുന്നു, തൻ്റെ സന്തോഷത്തിന് വേണ്ടി പോകേണ്ടുന്ന പല കാര്യങ്ങളും എത്രയോ മാറ്റിവെക്കുന്നു. കുടുംബത്തിൽ ഇങ്ങനെ കരിപുരണ്ട ജീവിതങ്ങളെന്നൊക്കെ പല കാലങ്ങളായി പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ എത്രയോ കാലങ്ങളായി നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരുക്കിത്തീരുന്നു. സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചും സ്വന്തം ആഗ്രഹങ്ങൾക്ക് ഏറ്റവും ചെറിയ സ്പേസ് കൊടുത്തുമൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹിക്കാവുന്നതൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ട്, പക്ഷേ എന്തിൻ്റെയൊക്കെയോ കുറവാണ് ഈ തിരുഹൃദയമാസം നമ്മളെ ഓർമ്മപ്പെടുത്തി തരണേ. പരാതി പറയാതെ സ്നേഹിക്കാൻ പറ്റുമോ? ശരിക്കും ഒരു കണക്ക് വയ്ക്കാതെ സ്നേഹിക്കാൻ പറ്റും? ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫാമിലീസിലുള്ള പ്രശ്നം ഇതാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്. ആ ഒരു വാക്കുണ്ടല്ലോ, അത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട്. കണക്ക് പറച്ചിൽ കൃത്യമായിട്ട് പരാതി പറയാതെ സ്നേഹിക്കാൻ പറ്റുമോ? വലിയൊരു സ്നേഹക്കുറവ് സംഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്ന സ്ഥലമാണിത്, സമയമാണിത്. കർത്താവേ, ഞങ്ങൾ കാലങ്ങളായിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിക്കാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾക്ക് അതുപോലൊരു സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ പരാതി പറഞ്ഞു പോകുന്നുണ്ട്. കർത്താവേ, കണക്ക് വെച്ചിട്ടുണ്ട്. ആദ്യ ദിവസം തുടങ്ങി ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മറ്റൊരാൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള ഞങ്ങളുടെ സന്തോഷങ്ങളടക്കം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കർത്താവേ, സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരേപോലെ മഴ പെയ്യിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ഒരിത്തിരി പോലും കുറയാത്ത ആ ഒരു സ്നേഹാനുഭവം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരമാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരാതികളില്ലാത്ത വിശുദ്ധമായ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ കണക്ക് വയ്ക്കാതിരിക്കട്ടെ. ഇനി ഒരിക്കലും ഞങ്ങൾ പരാതി പറയാതിരിക്കട്ടെ. ഇനി ഒരിക്കലും ഞങ്ങൾ പരസ്പരം ഞങ്ങൾ കാണിച്ച കരുതൽ പോലും ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ കലഹത്തിന് കാരണമാവാതിരിക്കട്ടെ. ശരിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രമാത്രം ജോലി ചെയ്തു, ഞാൻ ഇത്രമാത്രം സമ്പാദിച്ചു, ഞാൻ ഇത്രമാത്രം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിക്കാതെ നടന്നു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബന്ധങ്ങൾ അകലുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ആഴം കൂടുന്നുണ്ടോ? ഇപ്പോഴും ഇങ്ങനെ പരസ്പരം സംസാരിക്കാതെ പോലും, ഒരു കുശലാന്വേഷണം നടത്താതെ പോലും നമ്മുടെ കുടുംബങ്ങളിൽ മനുഷ്യരിങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരു ചെറിയ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാമായിരുന്ന, ആദ്യ ദിവസത്തിൽ തന്നെ തീർക്കാമായിരുന്ന ഒരു കുഞ്ഞു പ്രശ്നം ഇപ്പോഴും
വലിയൊരു പ്രയാസമായിട്ട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഭാരമായിട്ട് കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ജീവിതം ഇപ്പോഴും വഴക്കിട്ട് നടക്കുന്നവർ. കർത്താവെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗീയമായ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ എന്ന്. 18 വർഷങ്ങൾക്ക് ശേഷം ഒരു അനുജൻ ഒരു ചേട്ടൻ തൻ്റെ അനുജനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്താടാ, സുഖമാണോ? ആ ഒരൊറ്റ ചോദ്യത്തിൽ 18 വർഷങ്ങൾക്ക് ശേഷം ആ ചേട്ടൻ്റെ ഒരൊറ്റ ചോദ്യത്തിൽ ഇങ്ങനെ മഴപ്പെയ്ത്ത് പോലെ അയാളുടെ കണ്ണീര് വീഴുന്നുണ്ട്. അന്ന് പറയും, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഈ വർഷം ശരിക്കും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും. 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്നും മിണ്ടാൻ തുടങ്ങിയത്. എന്തിനാ തല്ലുപിടിച്ച് എന്ന്, എന്തിനാ മിണ്ടാതിരുന്നതെന്ന് പോലും ഓർമ്മയില്ല. വിശുദ്ധമായ, പരാതി പറയാത്ത, കണക്ക് വയ്ക്കാത്ത സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളെ ആശീർവദിക്കണമേ എന്ന അപേക്ഷയോടുകൂടെ ആ മഹാസ്നേഹത്തിൻ്റെ മുൻപിൽ, തൻ്റെ നെഞ്ചു കുത്തി തുളക്കുന്നവനെ പോലും സൗഖ്യപ്പെടുത്തുന്ന ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി അപേക്ഷിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹം നമ്മളുടെ ബന്ധങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് ഇന്നൊരു ഹഗ് കൊടുത്തിട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുമോ? ഒരു പരാതിയില്ല അപ്പാ, ഒരു പരാതിയില്ല മോളെ, ഒരു പരാതിയില്ല ഭാര്യയോട്, ഭർത്താവിനോട്, ചേട്ടാ, മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സ്നേഹം കൊണ്ട് ഒരു കണക്കും വെക്കാതെ ഇങ്ങനെ ഉള്ളൊഴിഞ്ഞ വലിയ സ്നേഹാനുഭവത്തോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക്, ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.